അത് നമുക്കറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓരോ വീട്ടിലെ എന്തൊക്കെയാ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തെ പ്രശ്നം കൊണ്ടുവരുമെന്ന് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. കാരണം ഭർത്താവ് കാറ്റാസ് ചെല്ലുമ്പോൾ കണ്ട് ഞെട്ടി പോകുമായിരുന്നു. ദുരൂഹത എന്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റും. ചെയ്യും കണ്ട് പിള്ളേർ കരയെന്ന് പറഞ്ഞാൽ വേലക്കാരി ചേച്ചി വന്നപ്പോഴത്തേക്കും മറ്റേ മരിച്ച പുള്ളിക്കാരി പറഞ്ഞു പോകാൻ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഇവിടെ താമസിക്കാൻ ഒരു താക്കോലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. താമസിക്കാൻ ഞങ്ങളെല്ലാം നോക്കിയാലായിരുന്നു. പൊതുവായിട്ട് ആൾക്കാരോട് ഇടപെടാൻ നല്ലത് ജിസ്മോൾ തന്നെയാണ്. ജിമ്മി എന്ന് പറഞ്ഞാൽ ജിമ്മി ഒരു ശാന്ത സ്വഭാവക്കാരൻ അന്നും ഇന്നും ചെറുപ്പം തൊട്ടേ. അപ്പം ഞങ്ങളും എന്താണെന്നുള്ളൊരു വിഷമത്തില്ല. കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ല, നല്ല പെണ്ണ. അതായത് അവരുടെ നാട്ടിൽ അവര് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്നൊക്കെ. പഞ്ചായത്ത് അമ്മ മരിച്ചതിന് ആക്സിഡന്റ് ആയിരുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവള് തന്നെ നിന്ന് ജയിക്കണമെന്ന് നിർബന്ധിച്ചു. കോൺഗ്രസ്സുകാർ നിർബന്ധിച്ചുകൊണ്ടാണ് നിന്ന് ജയിച്ചു. അത് കഴിഞ്ഞ് അവള് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് പ്രസിഡന്റ് ആകുന്നത്. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് പ്രസിഡന്റ് ആകുന്നത്. ഒരു വർഷം. അതിനുശേഷം രാഷ്ട്രീയ ജീവിതം എന്തുകൊണ്ടാണ്? അത് പിന്നെ ഈ ജോലിയെല്ലാം കൂടെ വന്നു പിള്ളേരും ഒക്കെ കഴിയുമ്പോൾ അതുകൊണ്ടായിരിക്കണം. അത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അഭിഭാഷകമായിട്ട് സജീവമായിരുന്നു. മിക്കവാറും ദിവസം പോകാറുണ്ട്. സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെയായിരുന്നു? ഇവിടെ പൊതുവായിട്ട് ഇവിടെ അങ്ങനെയല്ല, അവിടെയായിരുന്നു. അത് ഇവിടെ വന്നിട്ട് അങ്ങനെ ഇതായിട്ട് ഇറങ്ങിയിട്ടില്ല. പൊതുപ്രവർത്തനത്തിനൊന്നും അങ്ങനെ ആയിട്ടിറങ്ങില്ല. പിന്നെ പള്ളിയിലെ കാര്യത്തിൽ സ്കൂളിലെ എൻ്റെ പിറ്റിയുടെ പരിപാടിയോ ഈ നേഴ്സറിലെ മാതൃസംഘത്തിൻ്റെ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ മോളവിടെ പഠിക്കുന്നുണ്ട്. അതായത് കൂടുതൽ ഈ പറയുന്ന പോലെ ജിസ്മോളായിരുന്നോ അല്ലെങ്കിൽ ഭർത്താവായിരുന്നോ കൂടുതൽ നല്ല രീതിയിൽ ഇടപഴകിയിരുന്നു? പൊതുവായിട്ട് ആൾക്കാരോട് ഇടപെടാൻ നല്ലത് ജിസ്മോൾ തന്നെയാണ്. ജിമ്മി എന്ന് പറഞ്ഞാൽ ജിമ്മി ഒരു ശാന്ത സ്വഭാവക്കാരൻ അന്നും ഇന്നും ചെറുപ്പം തൊട്ടേ. വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, ഒരു ശല്യമില്ല. നല്ല ചെറുപ്പം തൊട്ടേ. പിന്നെ കുഞ്ഞായിരുന്നു നമുക്കറിയാം. ഞാൻ ഈ കാണുന്ന വീട്ടിൽ താമസിച്ചിരുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ ഇപ്പം അങ്ങോട്ട് മാറി. ആ പിള്ളേരെല്ലാം അങ്ങനെയായിരുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴേ ചിലപ്പോൾ പല പല സംശയങ്ങളൊക്കെ ഇങ്ങനെ വന്നേക്കാം. അപ്പോൾ അത്തരത്തിൽ സംശയം തോന്നുന്നവരോട് ഇപ്പോൾ ജിമ്മിന് വല്ല ഭയങ്കര ക്രൂര മനോഭാവമുള്ള അങ്ങനെ ഒരാളല്ല. സംശയങ്ങൾ ഉണ്ടാവുമല്ലോ. ജിമ്മിയെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. ജിമ്മിയെ നമ്മൾ ഇതുവരെയായിട്ട് ഒരു മനുഷ്യരോട് കൂട്ടും മോശമായിട്ട് സംസാരിച്ച പോലും ഞാൻ കേട്ടിട്ടില്ല. അല്ലേ, വളരെ മാന്യമായി തന്നെ. അത് എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ബിടെക് കഴിഞ്ഞിട്ട് ഇപ്പം മെയിൻ്റെനൻസ് വിഭാഗത്തിലാണ് നമ്മുടെ കാരിത്താസിൽ. ചേട്ടാ പൊതുപ്രവർത്തന ഇങ്ങനെ സോഷ്യലായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ മരിച്ചിരിക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലും സോഷ്യൽ എന്ന് പറഞ്ഞപ്പോൾ മോൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് അവിടെ കഴിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റായി. ആ ട്രെയിൻ കഴിഞ്ഞിട്ട് നിർത്തി. പിന്നെ അടുത്ത ട്രെയിനിലൊന്നും പഞ്ചായത്തിൽ മത്സരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാം അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഇല്ല. കഴിഞ്ഞ ദിവസം പള്ളി കഴിഞ്ഞ് ഞായറാഴ്ച പള്ളി ഉണ്ടായിരുന്നു. എൻ്റെ മരുമകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരൊന്നിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അത് കുർബാനയൊക്കെ കൊണ്ട് സന്തോഷ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പോയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളൊക്കെ എപ്പോഴും കാണും വർത്താനം പറയും, മിക്കവാറും വർത്താനമൊക്കെ പറയുന്ന. അപ്പൊ ഈ കഴിഞ്ഞ ഒരു 2 ദിവസമായി കാണത്തുള്ളൂ ഇങ്ങനെ ഒരു പ്രശ്നം. അത് നമുക്കറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓരോ വീട്ടിലെ എന്തൊക്കെയാ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തെ പ്രശ്നം കൊണ്ടുവരുമെന്ന് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. കുടുംബപരമായിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇവിടെ നിന്ന് നേരിടാൻ അത് കാണുകയില്ല. കാരണം വെച്ചാൽ സാമ്പത്തികപരമായിട്ടും മറ്റൊന്നും ഒരു പ്രശ്നമില്ല. ആ വാക്കാനുള്ള ഒന്നാം തരം ഇവിടെ ചെറിയ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട്. ഇപ്പം ഞാൻ അവിടെ വിളിച്ചപ്പോൾ മിനിസാറിനെ വിളിച്ചപ്പോൾ മിനിസാർ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഒന്ന് താമസിക്കാൻ ഒരു താക്കോലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. താമസിക്കാൻ ഞങ്ങളെല്ലാം നോക്കിയാലായിരുന്നു. അപ്പം നമ്മുടെ ഒരു ഇതിൽ ചിലപ്പോൾ ജോലിയുടെ എന്തെങ്കിലും പ്രഷർ കാരണമായിരിക്കാം. അത് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ അവരായിട്ട് അങ്ങനെ ഒരു ഇതല്ല. ഇപ്പോൾ അവളവിടെ ഓഫീസ് പണിതു എന്ന് പറഞ്ഞു. ജിമ്മി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞപ്പോൾ ഓഫീസ് കാര്യം ചോദിച്ചപ്പോൾ അവിടെ പാലായി പണിതെന്ന് പറഞ്ഞു. ഓഫീസ് ഇട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പോകാറുണ്ട്. പിന്നെ ഈ ഹൈക്കോടതി അവൾ അത്യാവശ്യം അവൾ പോകുമ്പോൾ ഏറ്റവും കൊണ്ട് വണ്ടി വെച്ചിട്ടാണ് പോകാറുള്ളത്. എടുത്ത് വരിക. അങ്ങനെയാണ് എൻ്റെ അറിവ്. ഞങ്ങളുടെ ലൈബ്രറിയിലെ ഏറ്റവും നല്ലൊരു മെമ്പറാണ്. എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങൾക്കും നല്ല സഹകരണവും എല്ലാ പരിപാടികൾക്കും ഒക്കെ പങ്കെടുക്കുന്നു. ഒന്നും ഒരു കുറവ് വരുത്താതെ തന്നെ പുള്ളിക്കാരത്തി നല്ല ഒരു അഡ്വക്കേറ്റുമാണ്. നല്ല എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. ചേച്ചിക്ക് എത്ര വർഷമായിട്ടുള്ള ഒരു പരിചയമുണ്ട്? അത് വന്നപ്പം തൊട്ടുണ്ട്. അതിനെ കെട്ടിച്ചുകൊണ്ട് വന്നപ്പം തൊട്ട്. ഞാനിവിടെ 8-9 വർഷത്തോളമായി ഇവിടെ ലൈബ്രറിയിലായിട്ടിരിക്കുന്നു. അന്ന് തൊട്ട് നല്ലതായിട്ട് തന്നെ ഒന്നും പറയാനായിട്ടില്ല ഇതിനെക്കുറിച്ചൊരു. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ? ഇല്ല, ഒന്നുമില്ല. ഞാനൊന്നും പറഞ്ഞായിട്ട് അറിയത്തില്ല. എൻ്റെ മോള് ദുബായിക്ക് പോകാനായിട്ട് വന്നപ്പം അവർ 1/4 മണിക്കൂർ നേരത്തോളം ഇവിടെ ഒന്ന് സംസാരിച്ചായിരുന്നു. അപ്പോഴാണേലും ശരി, ഒരു കുഴപ്പമില്ല. ഒന്നും നമുക്ക് പറയാനായിട്ടില്ല. ദുരൂഹത അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു കുടുംബത്തെ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടെന്നുള്ളത് പറയാനേ നമുക്ക് സാധിക്കുന്നില്ല. ഇന്നലെ വരെ നമ്മുടെ അടുത്ത് കളിച്ചു ചിരിച്ചിരുന്നോണ്ടിരുന്ന വ്യക്തിയായിരുന്നു. തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. നല്ല പെൺകുട്ടി, നല്ലതെന്നേ പറയാനൊക്കെയുള്ളൂ. കുഞ്ഞുങ്ങളാണേലും ശരി ഇവിടെ ഓരോ പരിപാടികൾക്കും ഒക്കെ വരുന്നതും. ഈ കഴിഞ്ഞ ആഴ്ചയിലും എൻ്റെ അടുക്ക വന്നു പുസ്തകങ്ങളൊക്കെ എടുക്കാനും. ഞാനത് കഴിഞ്ഞ് ടീച്ചറിനും മേലാത്തതുകൊണ്ട് ടീച്ചറിന് കൊണ്ട് പുസ്തകം കൊടുക്കാനൊക്കെ ഞാൻ പോയായിരുന്നു. അപ്പോൾ അവിടെ കൊടുക്കാനായിട്ട് പോയപ്പോൾ ജിസ്മോൾ അവിടെ വന്ന് വിളിച്ചുകൊണ്ട് ആണ്ടമ്മേ ചേച്ചി വന്നിരിക്കുന്നു, പുസ്തകം തരാൻ വന്നാന്നും പറഞ്ഞു. അതൊക്കെ ചെയ്താണ്.
സങ്കടമുണ്ട്, നല്ല സങ്കടം. തീർച്ചയായിട്ടും കുടുംബപരമായിട്ട് തന്നെ എല്ലാവരുമായിട്ട് നല്ല ബന്ധം. നല്ല ബന്ധമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒന്നും അറിയത്തില്ല. അങ്ങനെയുള്ള ദുരൂഹതകളൊന്നും പറയാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു തോന്നലേ ഇല്ല. കുടുംബ പ്രശ്നങ്ങളുമായിട്ടൊന്നും നമുക്കിവിടെ ആർക്കും ഒന്നും അറിയത്തില്ല, നാട്ടുകാർക്ക് പോലും അറിയത്തില്ല. എൻ്റെ ഒച്ചമ്പകളൊക്കെ കേൾക്കുന്ന പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് കണ്ട് പിള്ളേർ കരയുന്നുണ്ടെന്ന് പറഞ്ഞാൽ വേലക്കാരി ചേച്ചി വന്നപ്പോഴത്തേക്കും മറ്റേ മരിച്ച പുള്ളിക്കാരി കോളം പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു. പിന്നെ അവിടെ ആറ്റിപ്പോയി ചാടിയപ്പോൾ എൻ്റെ അനിച്ചാരൊക്കെ അവിടെ എടുത്തത് ബോഡിയൊക്കെ, കൊച്ചിൻ്റെയൊക്കെ. അപ്പം ഈ ബോഡികൾ സാധാരണ ആറ്റിലൊക്കെ എന്ന് പറയാൻ മുങ്ങിപ്പോയി നമ്മൾ മുങ്ങിയെടുക്കാറാണ് പതിവ്. ഇത് പക്ഷേ ഈ 3 ബോഡിയും പൊങ്ങി ഒഴിയുന്നു. എടുക്കുമ്പോൾ പിള്ളേർക്ക് ജീവൻ ഉണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ആ വീഡിയോയ്ക്കകത്ത് നമുക്ക് കേൾക്കാം പറയുന്നത്. ആ കൊച്ചിനെ എടുക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് ജീവനുണ്ട് പെട്ടെന്ന് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കാം. വേറെ കുടുംബ പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും നമുക്ക് അറിയത്തില്ല. വളരെ സജീവമായിട്ട് ഇവിടെ ഇടപെട്ടുകൊണ്ടിരുന്ന പുള്ളിക്കാറ്റ് പഞ്ചായത്ത് പ്രസിഡന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. പിന്നെ ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ഇവർ ശനിയാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ അറിയത്തില്ല, ഈ പയ്യൻ്റെ ഹസ്ബൻഡിൻ്റെ ഇളയ കൊച്ചും ഈ മരിച്ച പെൺകൊച്ചും പിള്ളേരുടെ ഇവിടെ തള്ളോരത്ത് വൈകുന്നേരം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് സംസാരിച്ചിട്ടൊക്കെ പോകുന്നതാണ്. അപ്പോൾ എൻ്റെ കൊച്ചിനോടൊക്കെ ഈ കൊച്ച് അംഗനവാടിയിലേക്ക് ഉണ്ടായിരുന്ന മൂത്ത കൊച്ച് 4 വയസ്സുള്ള കൊച്ച്. അപ്പോൾ ഇവിടെ യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോഴും ഒരു ദുരൂഹതയായിട്ട് അങ്ങനെ സംഭവം നമുക്കറിയത്തില്ല. വേറെ അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞ പോലും കേട്ടില്ല. ഒരു പ്രശ്നമുള്ളതായിട്ട് ആരും പറഞ്ഞ് നമുക്കറിയത്തില്ല. ഈ ഭർത്താവായിട്ടുള്ള ആ വ്യക്തി എങ്ങനെയുണ്ട്? ഭർത്താവ് നല്ലൊരു പയ്യനാണ്. ആണല്ലേ? യാതൊരു കുറ്റമൊന്നും ഒന്നുമില്ല. അപ്പോൾ അതായിരിക്കില്ല ചിലപ്പോൾ അല്ലേ? ആയിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഭർത്താവ് കാറ്റാസ് ചെല്ലുമ്പോൾ കണ്ട് ഞെട്ടിപ്പോവായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നത്. അവിടെ പയ്യൻ രാവിലെ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. ആണല്ലേ? അപ്പോൾ ഇപ്പോഴും എന്താണെന്നുള്ളത് നമുക്ക് എന്താണ് ആർക്കും ഞങ്ങളും എന്താണെന്നുള്ളൊരു വിഷമത്തില്ല.